ഹലോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ്. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ചില ദിവസം മെയിൻ റോഡിലേക്ക് കൂടെ നടക്കും, ചില ദിവസം ഇതിലെ കൂടെ തന്നെ ചെറിയ കട്ട് റോഡുണ്ട്. വീട്ടിൻ്റെ മുറ്റത്തേക്ക് കൂടെ ആ റോഡിലേക്ക് കൂടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വരും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. സമയം ഇരുട്ടാവാനായിട്ടോ, അതുകൊണ്ട് വെളിച്ചെല്ലാം കുറച്ച് കുറവായിരിക്കും. ഇത് നമ്മളെ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അപ്പോൾ ഈ സൈഡിലെല്ലാം കുറച്ച് ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. ചെമ്പരത്തി അങ്ങനത്തെ എല്ലാം കുറച്ച് ചെടികളെല്ലാം ഉണ്ട് സൈഡിൽ. ഇത് അനിയൻ്റെ വീടാണ്. അപ്പോൾ ഒരു 4-5 വീടുണ്ട്. നമ്മൾ ഒരേ ലൈനായിട്ട് വീടുണ്ട്, 4-5 വീടുണ്ട്, അടുത്തടുത്ത് വീടുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വീടൊന്നും വന്നിട്ടില്ല, ഒരു ക്ലബ്ബുണ്ട്. ഇത് അടിപൊളി ചെമ്പരത്തിയാണ്, കട്ട ചെമ്പരത്തി, നല്ല രസമില്ല കാണാൻ. അപ്പോൾ വൈകുന്നേരം ഉണ്ടല്ലോ, ഇതിലേ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പൂക്കളും ഈ പച്ചപ്പെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ കൂടെ പിടിക്കാൻ തോന്നി, അങ്ങനെയാണ് ഞാനിത് പോസ്റ്റ് ഇടുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ കട്ട് റോഡാണ്, ഇത് മെയിൻ റോഡിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് ദൂരേ ഇല്ലൂ മെയിൻ റോഡിലേക്ക്, 2 മിനിറ്റ്. ഇത് കണ്ടോ, നമ്മളെ എന്താ പറയുക, മതിലിൻ്റെ പുറത്തായിട്ട് വേറെയുള്ള സ്ഥലമാണ്. നമ്മളെ മഞ്ഞൾ കൃഷിയാണ് കേട്ടോ. നമുക്ക് വേണ്ടുന്ന മഞ്ഞൾ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കും. എല്ലാ വർഷവും മഞ്ഞൾ നട്ടു കൊടുക്കലുണ്ട്. ഇത് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ, പുതിയതായിട്ട് കെട്ടി ഒരുങ്ങി വരുന്ന ക്ലബ്ബാണ്. ഇതാ കാണുന്നത് എൻ്റെ വീട് കേട്ടോ. ആ 2 നില ഇല്ല ആ വീട്, അത് എൻ്റെ വീടാണ്. ഞാൻ വീടിൻ്റെ പിന്നെ മുന്നൊന്ന് ശരിയായിട്ട് പിടിച്ചിട്ടില്ല, അതെല്ലാം പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് അനിയൻ്റെ വീട്, അനിയൻ്റെ വീടിൻ്റെ മുറ്റം കണ്ടോ. വൈകുന്നേരം ആകുമ്പോണ്ടല്ലോ നമ്മളെ ഇവിടെ അയ്യപ്പൻ്റെ ഒരു വചനം അതുകൊണ്ട് അടുത്ത പാട്ട് വെക്കുമ്പോൾ നമുക്ക് ഇതിലേ കൂടെ ഇങ്ങനെ നടന്ന് പാട്ടും കേട്ടുകൊണ്ട് വൈകുന്നേരം നല്ല രസമാണ്. ഈ ചെടികളെല്ലാം കണ്ട് പച്ചപ്പും കണ്ട് പിന്നെ അയൽപക്കക്കാരോടെല്ലാം കുറച്ച് നേരം കുശലം പറഞ്ഞ് ഷിപ്പിക്കൂട്ടനും ഉണ്ടാവലുണ്ട് കേട്ടോ. എൻ്റെ മോനും എൻ്റെ പട്ടിക്കുട്ടനും ഞാൻ കൂട്ടലുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നടക്കാൻ ഇറങ്ങി ആരടുത്തെങ്കിലും വർത്താനം പറയുന്നുണ്ട് എന്ന് കേട്ടാൽ അവൻ പിന്നെ അവിടെ നിൽക്കൂല, കുരച്ചോണ്ടിരിക്കും. കണ്ടോ, ആ കാണുന്ന വീടാണ് എൻ്റെ വീട്, ഇത് അനിയൻ്റെ വീട്. അടുത്തടുത്ത വീടെല്ലാം നല്ല രസമാണ്. ചെടിയും മുന്നിൽ കാണുന്നത് ക്ലബ്ബ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും പിന്നെ ഷെയറും അടുത്തുള്ള ബെല്ലൈക്കണും ഒന്നും അമർത്താൻ മറക്കല്ലേ. ഇത് കണ്ടോ, ഇത് നമ്മളെ അയൽപക്കക്കാരെ കൃഷിയാണ്, കൈപ്പക്കക്ക് ഈച്ച കുത്തുന്നതായിട്ട് പേപ്പർ ഇട്ടിട്ട് വെച്ചിന്. കണ്ട, ഇഷ്ടം പോലെ കൈപ്പക്ക പിടിച്ചിന്. ഇവരുടെ അടുത്തു നിന്നാണ് നമ്മൾ ഇന്നാൾ കൈപ്പക്ക മേടിച്ചിട്ട് ഞാനൊരു കൈപ്പക്ക ഉപ്പേരി ആക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലേ, അത് ഇവരുടെ അടുത്തു നിന്ന് വാങ്ങിയതാണ് കൈപ്പക്ക. ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് കണ്ട. എല്ലാ കൃഷിയും ചെയ്യും, ചേമ്പുണ്ട്, ചേനയുണ്ട്, പിന്നെ പച്ചക്കറി എല്ലാം നടും. ഇപ്പം നടുന്ന സമയമാവുന്നതല്ലോ. ഇത് കണ്ടോ, നമ്മൾ മെയിൻ റോഡിലേക്ക് പോകുന്ന റോഡാണിത്. ഇത് അവരെ കൃഷി, അയൽപക്കത്തിൻ്റെ കൃഷി. ചേമ്പുണ്ട്, ചേനയുണ്ട്, ഇഷ്ടം പോലെ കപ്പയുണ്ട്. ഇവർക്ക് പശുവെല്ലാം ഉണ്ട്, അതുകൊണ്ട് കൃഷി ചെയ്യാനെല്ലാം വളത്തിനൊന്നും ഒരു വിഷമമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് പച്ചക്കറിയെല്ലാം നല്ലപോലെ നമ്മൾ നട്ടിട്ടെങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ പറ്റും. വിഷമൊന്നും അടിക്കലില്ല കേട്ടോ. കണ്ടോ, നല്ല രസമാണ്. വൈകുന്നേരം ഈ റോഡിലേക്ക് കൂടെയാണ് ഞാൻ നടക്കൽ. ഇവിടുന്ന് വീട്ടിൻ്റെ അടുത്തോളം നടക്കും, പിന്നെ ആദ്യം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എല്ലാവരുടെ വീട്ടിലും ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് വേറൊരു വീട് കണ്ട, 1 2 3 4 5 വീടുണ്ട് ഒരേ ലൈനിൽ. ഇതാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ അരവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇത് ഇന്നാളൊരു വീഡിയോ ചെയ്തപ്പം എല്ലാവരും ചോദിച്ചു സ്ഥലം എവിടെയാണെന്നെല്ലാം. ഇത് എൻ്റെ തൊട്ട അയൽപക്കത്തെ അവരെ ചെണ്ടുമല്ലിയാണ് കേട്ടോ, ചെണ്ടുമല്ലിക്ക അടിപൊളിയാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം, വലിയ പൂക്കൾ, മഞ്ഞയും ഓറഞ്ചും. മഴ വന്നതുകൊണ്ട് കുറച്ചൊരു ഒടിഞ്ഞു കുത്തിയിട്ടുണ്ട്.
പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാനെല്ലാം വൈകുന്നേരം ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇത് ഗാലറി കിടക്കുന്ന കണ്ടു. അപ്പം ഞാനിതിനൊരു വോയിസും കൊടുത്തിട്ട് ഇട്ടു. ഓക്കെ, ബൈ ബൈ.